പ്രിയരെ, നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടന്നത്. അലക്സ് എന്ന ബിസിനസ്സുകാരനെ ഒരു വ്യർത്ഥതാബോധം പിടികൂടി. കാര്യങ്ങളൊന്നും വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ല. പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കാനും ആകുന്നില്ല. എവിടെ നിന്നും ഒരു തരി വെളിച്ചം പോലും കടന്നു വരുന്നില്ല. നിരാശതയിലേക്ക് നീങ്ങുകയായിരുന്നു അയാൾ. ജീവിതം പതുക്കെ നെടുവീർപ്പുകൾക്കും പരാതികൾക്കുമായി തീറെഴുതി കൊടുക്കുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് അലക്സ് ജോൺ എന്ന 20കാരനെ പരിചയപ്പെടുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ താമസമാക്കിയതാണ് ജോൺ. അയാൾ ഇവിടെ ചെറിയൊരു കമ്പനി തൊഴിലാളിയാണ്. നാട്ടിലുള്ള കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജോൺ നാടുവിട്ട് ഇവിടെ എത്തിയത്. വളരെ ഊർജ്ജസ്വലനും മനോഹരമായ പുഞ്ചിരിയുടെ ഉടമയുമായ ജോണിനോട് അലക്സ് ഒരു ദിവസം ചോദിച്ചു, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും താങ്കളുടെ നാടിനെ വല്ലാതെ ബാധിച്ചുവോ? പെട്ടെന്ന് ആ മുഖത്തെ പുഞ്ചിരി മായുന്നത് അലക്സ് ശ്രദ്ധിച്ചു. കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വിതച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചപ്പോൾ ജോൺ പറഞ്ഞു, മരിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ്. കിടപ്പാടം നഷ്ടപ്പെട്ടവർ ലക്ഷക്കണക്കിനും. എന്തിന്? തന്റെ മാതാപിതാക്കൾ പോലും ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ ജോണിനാകുന്നില്ല. ഒരു വിധത്തിലും അവരുമായി ബന്ധപ്പെടാൻ അയാൾക്കായിട്ടില്ല. ഓരോ ദിവസവും അവരെക്കുറിച്ച് ജോൺ വേദനയോടെ ചിന്തിക്കും. പക്ഷേ അയാൾ തന്റെ ജോലി സമയം കഴിഞ്ഞുള്ള വേളകളിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി പണമായും വസ്ത്രങ്ങളായും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധന സാമഗ്രികളായും അദ്ദേഹം ഓരോന്നും സംഘടിപ്പിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യണമെന്ന് ജോൺ ഉറപ്പിച്ചു. തന്റെ വ്യക്തിപരമായ ദുഃഖത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാതെ മറ്റുള്ളവരുടെ വേദനകൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളിൽ അയാൾ വ്യാപൃതനായി. അലക്സ് ജോൺ പറഞ്ഞതെല്ലാം സശ്രദ്ധം ശ്രവിച്ചു. അപ്പോൾ അലക്സിന് ഒരു കാര്യം മനസ്സിലായി. സ്വന്തം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെയല്ല എന്ന്, താനൊരു ഭാഗ്യവാനാണ് എന്ന്. അലക്സിൽ ഈയൊരു ചിന്തയുണർന്നതോടെ അയാളിലെ പരാതിക്കാരൻ എവിടെയോ ഓടി ഒളിച്ചു. എവിടെ നിന്നോ തന്നിലൊരു ഊർജം വന്ന് നിറയുന്നതും അയാൾ അറിഞ്ഞു. മനോഭാവത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ആഴ്ചകൾക്ക് ശേഷം ജോണിനെ അലക്സ് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ജോണിന്റെ മുഖത്ത് ആ പഴയ പുഞ്ചിരി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ദൈവത്തിന് സ്തുതി, വീട്ടുകാർക്കാർക്കും അപകടം പിണഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ കിടപ്പാടവും വസ്തുവകകളും എല്ലാം നഷ്ടമായിരുന്നു. അവരിപ്പോൾ ഒരു അഭയകേന്ദ്രത്തിലാണ് താമസിക്കുന്നത്. ദുഃഖിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ജോണിന്. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. അയാൾക്കറിയാമായിരുന്നു, സങ്കടങ്ങളെ പരാതികളെ താലോലിച്ചിരുന്നതുകൊണ്ട് തനിക്കോ ലോകത്തിനോ ഒരു ഗുണവുമില്ല എന്ന്. കാലവും പ്രവർത്തനക്ഷമതയും നഷ്ടമാകുക മാത്രമാകും ഫലം. അലക്സിന് മനസ്സിലായി, ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ നിരാശതയും സങ്കടങ്ങളും അശക്തമാണ് എന്ന്. മാത്രമല്ല, അവ നമ്മുടെ ജീവിത ദർശനത്തെയും വികലമാക്കും. ചുറ്റുപാടും നോക്കിയാൽ ഇതുപോലെ വഴിയിൽ വീണ് കിടക്കുന്ന നിരവധി വാഹനങ്ങളെ കാണാം. നമുക്ക് ആരോഗ്യമുണ്ട്, വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒരു ജോലിയുണ്ട്, സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട്. സർവോപരി കൃപാലുവായ ഒരു പ്രപഞ്ചശക്തിയും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്കും ചിരിച്ചുകൂടാ? ഏവർക്കും നമസ്കാരം.